ഹായ്, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വരികയാണ്. കീമിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ് അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. തുടങ്ങാം. ആദ്യ ചോദ്യം നോക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന്, അതായത് the diagonal of a square is changing at the rate of 0.5 centimeter per second. Second inverse ആണ് തന്നത്. Then the rate of change of area when the area is 400 centimeter square is equal to. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ഇവിടെ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രോബ്ലം നിങ്ങൾ കീമിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടോ. അപ്പൊ ഞാൻ പറയുന്ന ഐഡിയ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഒരു സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിന്റെ രണ്ട് സൈഡുകൾ അല്ലെങ്കിൽ സ്ക്വയറിന്റെ 4 സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ലെങ്ത്തും ബ്രെഡ്ത്തും എന്തായാലും സെയിം ആണ്. അപ്പൊ ഇത് എയും ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ ഒരു റേഷ്യോ ഇത് വരിക ഡയഗണൽ വരിക √2a. അത് നിങ്ങൾക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് മനസ്സിലാവും. a സ്ക്വയർ പ്ലസ് a സ്ക്വയർ 2a സ്ക്വയർ 2a സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ √2a. ഓക്കെ, അപ്പൊ ഇവിടെ തന്ന കാര്യം നോക്ക്. ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ആണ് ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വേണ്ടത്. ഓക്കെ, സോ ഞാൻ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് എനിക്ക് വേണ്ടത്. അതായത് d/dt ഓഫ് ഏരിയ. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ അല്ലേ. അപ്പൊ d/dt ഓഫ് a സ്ക്വയർ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ a സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് 2a കിട്ടും. അപ്പൊ 2a ഇൻറ്റു da/dt. ഇവിടെ രണ്ട് കാര്യങ്ങൾ വേണം. a ആ സമയത്ത് എത്രയാണ്, അല്ലെങ്കിൽ എത്ര നിങ്ങളുടെ ഒരു സൈഡ് a എന്ന് പറഞ്ഞ സൈഡ് അല്ലേ, സൈഡ് എത്ര ആകുന്ന സമയത്തുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് വേണ്ടത്. ആ സമയത്തുള്ള ഏരിയയിലുള്ള മാറ്റം കണ്ടെത്തിയാൽ മതി. രണ്ടാമത്തത് da/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ സൈഡ് എത്ര എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. സിമ്പിളാ. നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ ഒരു കാര്യം നോക്കും. ഇവിടെ നിങ്ങൾക്ക് ഡയഗണലിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് തന്നിട്ടുണ്ട്. ഇതല്ലേ ഡയഗണൽ. അപ്പൊ ഡയഗണലിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ d/dt ഓഫ് √2a എന്ന് പറയുന്നത് 0.5 ആണ്. √2 കോൺസ്റ്റന്റ്. അപ്പൊ √2 ഇൻറ്റു da/dt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 0.5. 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ശരി, അപ്പൊ da/dt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കടാ, ഈ ഇൻറ്റു √2 ഇങ്ങോട്ട് വന്നാൽ √2 ആവും. അപ്പൊ 1/2 √2 എന്ന് പറഞ്ഞാണ് വരിക. 1/2 √2. ഓക്കെ ആണ്, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ da/dt കിട്ടി. ഇനി ചോദ്യത്തിൽ നിങ്ങൾ കണ്ടെത്തേണ്ടത് a എത്ര ആകുന്ന സമയത്തുള്ളതാ, ഏരിയ 400 ആകുന്ന സമയത്തുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നോക്ക്, വെൻ ഏരിയ 400 ആണെങ്കിൽ a സ്ക്വയർ 400 ആണെങ്കിൽ ആ ടൈമിന് a എത്ര ആയിരിക്കും? ഒരു സൈഡ് a സ്ക്വയർ 400 ആണെങ്കിൽ a ഒബ്വിയസ്ലി ഇതിന്റെ റൂട്ട് 400 20. അപ്പൊ ഇനി എന്ത് ഈസിയാ, നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 2 ഇൻറ്റു എക്ക് പകരം 20 കൊടുക്കുക. da/dt എന്ന് പറഞ്ഞാൽ 1/2 √2. 2 കട്ട് ചെയ്യുന്നു. ആൻസർ വിൽ ബി 20/√2. ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. 20/√2 ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോന്നറിയോ, താഴെ √2 അല്ലേ, അപ്പൊ മുകളിലും താഴെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇങ്ങനെ ആൻസർ വരും. 20 ഇൻറ്റു √2 20 √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2 √2 സ്ക്വയർ. ഇപ്പൊ ഇവിടെ 20/2 10 കിട്ടും. അപ്പൊ ആൻസർ വരുന്നത് 10 √2 ആൻഡ് ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കപ്പോ. 10 √2 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. യെസ്, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഐഡിയ മനസ്സിലായോ? സിമ്പിൾ ആണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. അത് മനസ്സിലാക്കി ചെയ്താൽ മതി. അടുത്ത ചോദ്യം നോക്ക്. ദ റേഡിയസ് ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് ഡിക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വെൻ റേഡിയസ് 4 ആൻഡ് ഹൈറ്റ് 6 അല്ലെ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ചോദ്യം തന്നെയാണ്. റൈറ്റ് സർക്കുലർ സിലിണ്ടർ എന്താണെന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. ഞാനൊരു സിലിണ്ടർ ഇവിടെ ജസ്റ്റ് ഒരു ഒരു സിലിണ്ടർ വരയ്ക്കുന്നുണ്ട്. ഇതാണ് സിലിണ്ടർ. അപ്പൊ സിലിണ്ടറിൽ നമ്മൾ എടുക്കുന്ന രണ്ട് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് റേഡിയസ് ആ, രണ്ടാമത്തത് ഹൈറ്റും ആറും എച്ചും. അപ്പൊ ഇവിടെ തന്നത് ഈ സിലിണ്ടറിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്, വെറും റേറ്റ് എന്നാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് ഒബ്വിയസ്ലി എന്തായിരിക്കും, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അതായത് dr/dt ആണ് തന്നത്. അത് നിങ്ങൾക്ക് അവിടെ യൂണിറ്റ് നോക്കിയാലും മനസ്സിലാവും. 2 സെന്റിമീറ്റർ പെർ സെക്കൻഡാ. അപ്പൊ റേഡിയസ് സെന്റിമീറ്ററിൽ, ടൈം സെക്കൻഡിൽ. അപ്പൊ 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ആൻഡ് അടുത്തത് ഹൈറ്റ് ഡിക്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞത്. നോക്ക്, ഇത് ഇൻക്രീസിംഗ് റേറ്റ് ആണ്, ഇത് ഡിക്രീസിംഗ് റേറ്റ് ആണ്. ഹൈറ്റ് ഡിക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഞാൻ ഇവിടെ 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നല്ല എഴുതേണ്ടത്, -3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അതെന്തുകൊണ്ടാ? ബിക്കോസ് ഹൈറ്റ് ഡിക്രീസ് ചെയ്യാണ്. ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ റേറ്റിൽ നിങ്ങൾ ഒരു നെഗറ്റീവ് കൊടുക്കണം.
ക്ലിയർ? ഇനി നോക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം. വോളിയത്തിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് വേണം. എങ്ങനെയാ വോളിയം നമ്മൾ എഴുതുക? ഡി വി ബൈ ഡി ടി എന്ന് എഴുതും. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ വോളിയം എന്താണ്? വോളിയം പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ? പൈ കോൺസ്റ്റന്റ്. അപ്പൊ പൈ കോൺസ്റ്റന്റ്. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ചെയ്താൽ മതി. നോക്കിക്കേ, പൈ ഇൻറ്റു ആർ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2r. ഓക്കെ, ആർ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വേണ്ട, ആർ സ്ക്വയർ ആദ്യം അവിടെ വെക്കുന്നു, എച്ചിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എച്ച് ബൈ ഡി ടി. ബുദ്ധിമുട്ടില്ല. ഓക്കെ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എച്ചിനെ അവിടെ വെക്കുന്നു, ആർ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2r. പക്ഷെ തീർന്നിട്ടില്ല, വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ ആറിനെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ടി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി എച്ചും ആറും എത്ര സമയം എന്താകുമ്പോൾ നിങ്ങളുടെ റേറ്റ് ഓഫ് ചേഞ്ച് ചോദിച്ചത്? റേഡിയസ് 4ഉം ഹൈറ്റ് 6ഉം അല്ലേ? അതായത് റേഡിയസ് 4ഉം എച്ച് 6ഉം ആകുന്ന സമയത്തുള്ള റേറ്റ് ഓഫ് ചേഞ്ചാ. അപ്പൊ ഇതാ നോക്ക്, ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ. റേഡിയസ് എത്രയാടാ? 4. 4 സ്ക്വയർ ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി എത്രയായിരുന്നു? -3. -3 പ്ലസ് എച്ച്. ഹൈറ്റ് എത്രയാ? 6. അപ്പൊ 6 ഇൻറ്റു 2r. 2 ഇൻറ്റു റേഡിയസ് എത്രയാണ്? ഇവിടെ നിങ്ങൾക്ക് റേഡിയസ് തന്നത് 4 ആൻഡ് ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി എത്രയായിരുന്നു? 2. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കും, ആൻസർ കിട്ടും 16 അല്ലെ? 4 സ്ക്വയർ 16. 16 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 48. അപ്പൊ പൈ ഇൻറ്റു -48 എന്ന് വരും. നെഗറ്റീവ് ഉണ്ടല്ലോ. 6 2 12. 12 4 48. 48 2 96. അപ്പൊ നമുക്ക് 96 -48 48 തന്നെ വരും. അപ്പൊ 48 പൈ ആയിരിക്കും നിങ്ങളുടെ ആൻസർ വരിക. 48 പൈ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. യൂണിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ, സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ് എഴുതുന്നത്. അപ്പൊ 48 പൈ തന്നെ. ഈസി, സിമ്പിൾ ആണ്, കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കോ. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ്. എക്സ് ബിലോങ്സ് ടു ആർ. അതായത് എക്സ് ഒക്കെ റിയൽ നമ്പേഴ്സിലുള്ളതാണ്. ജി ഓഫ് എക്സ് ഇൻക്രീസിംഗ് ആണെങ്കിൽ, ജി ഓഫ് എക്സ് ഇൻക്രീസിംഗ് ആകുന്ന ഇന്റർവെൽ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആകുന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ച കണ്ടീഷൻ, ജി ഓഫ് എക്സ് ഇൻക്രീസിംഗ് ആകുന്നുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുത്താൽ മതി. ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്താലും തെറ്റില്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുത്താലും തെറ്റില്ല. അത് നിങ്ങളുടെ ഓപ്ഷനിൽ എന്താണോ ആൻസർ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇതാണ് കണ്ടീഷൻ. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഇൻക്രീസിംഗ് ആണെങ്കിൽ ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ ആദ്യം ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഒന്ന് കാണുക. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് അല്ലേ? ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ജി ഡാഷ് എക്സ് 2x - 1 വരിക. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് 0 ആകുന്ന ഒരു പോയിന്റ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. ജി ഡാഷ് എക്സ് ഇൻക്രീസിംഗ് അല്ലേ? ജി ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ 2x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2. അപ്പൊ എന്തായാൽ മതി? എക്സിന്റെ വാല്യൂ 1/2 അതിനേക്കാൾ കൂടുതലോ ആയാൽ മതി. 1/2 കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ 1/2 ആണ് വരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അപ്പൊ ഇന്റർവെൽ എക്സ് ബിലോങ്സ് ടു വിച്ച് ഇന്റർവെൽ? 1/2 ടു ഇൻഫിനിറ്റി. 1/2 നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പൊ ഇതാണ് ആൻസർ. ഇനിയിപ്പോ ഓപ്ഷനിൽ ഓപ്പൺ ഇന്റർവെൽ 1/2 ടു ഇൻഫിനിറ്റി ഉണ്ടെങ്കിലോ? രണ്ടും കൂടി ഒരുമിച്ച് തരൂല. ഓക്കെ, ചില സമയത്ത് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ഇന്റർവെൽ 1/2 ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഈക്വൽ ടു ഇടാതെ ഗ്രേറ്റർ ദാൻ ഇട്ട് വെച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ഇന്റർവെൽ 1/2 ടു ഇൻഫിനിറ്റി കിട്ടിയെന്ന് വിചാരിച്ചോ, ആ ഒരു ഓപ്ഷൻ ആണെങ്കിൽ ഇതിലില്ല. പകരം ക്ലോസ്ഡ് 1/2 ടു ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്താലും മതി. ഓക്കെ, രണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി തെറ്റൊന്നുമല്ല, കറക്റ്റ് തന്നെയാണ് ബേസിക്കലി. റെഡി? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. The function f of x equal to 9 minus x square whole square increases in. ഇത് നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യട്ടോ. അതായത് ജി ഡാഷ് എക്സ് 0 ആകുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റൈറ്റും ലെഫ്റ്റും എന്താണെന്നുള്ള രീതിയിലൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ആ ഒരു മെത്തേഡിൽ ഒരു ചോദ്യം ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കേ, ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 9 minus x square അതിന്റെ സ്ക്വയർ. റെഡി? ആൻഡ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്ക്. എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ എൻ എക്സ് റൈസ് ടു n-1. അപ്പോൾ 2 × 9 - x square എന്ന് വരും. റെഡി? ബുദ്ധിമുട്ടില്ല. ഇൻറ്റു എന്തുകൂടി ചെയ്യണം? ഇവിടെ എക്സിന് പകരം 9 - x square വന്നത്, അതിന്റെ ഡെറിവേറ്റീവ് കൂടി എഴുതണം. 9ൻ്റെത് 0, x squareൻ്റെത് 2x, മൈനസ് ഉള്ളത് കൊണ്ട് -2x.
ഓക്കെ, ഒന്നുകൂടി നന്നാക്കി എഴുതിയാൽ -4x എന്ന് വരും. ഈ 9 - x²നെ നമുക്ക് 3² - x² എന്ന് എഴുതാൻ പറ്റും. a² - b² ഫോമിലായിട്ടുണ്ട് അത്. അങ്ങനെയാണെങ്കിൽ അതിനെ എനിക്ക് മാറ്റിയിട്ട് a - b × a + b എന്ന് എഴുതിക്കൂടെ? ഇതും എഴുതുന്നതിന് തെറ്റില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? വളരെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ് ഇത്. ഞാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഈ കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് കിട്ടുന്ന ഡെറിവേറ്റീവ് എന്താണോ അതിനെ നിങ്ങൾക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാ, ഇതൊരു ഫസ്റ്റ് ഡിഗ്രിയാ, ശരിയല്ലേ? ലീനിയർ, ഇതൊരു ലീനിയറാ. -4x എന്ന് പറഞ്ഞാൽ ഇതൊരു ലീനിയറാ, ഫസ്റ്റ് ഡിഗ്രി. ഇങ്ങനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞ, ശ്രദ്ധിക്കണം. പോളിനോമിയൽ ആകുമ്പോൾ എക്സിന്റെ ടേം വരും. ഇനിയിപ്പോൾ ഇവിടെ sin x + 3 എന്നാണെങ്കിലൊന്നും അതിനവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകണമെന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യുന്നതാ. അതെങ്ങനെയാണെന്നല്ലേ? സിമ്പിൾ. ഇവിടെ എക്സിന് എന്ത് കൊടുത്താലാ 0 ആകുക? -3. ഈ ടേമിൽ എക്സിന് എന്ത് കൊടുത്താലാ 0 ആകുക? അതായത് f' 0 ആകുന്ന പോയിന്റുകൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. f' = 0 when x = ഒന്നെങ്കിൽ ഇതാ നോക്ക്, ഇത് 0 ആയിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം 0 ആവും. അപ്പൊ x 0 ആകുമ്പോൾ f' 0 ആവും. ഇവിടെ 3 കൊടുത്താൽ 3 - 3 0, അപ്പൊ ഇത് മൊത്തം 0 ആവും. അപ്പൊ എക്സിന് 3 വന്നാലും 0 ആവും. ഇവിടെ എക്സിന് പകരം -3 വന്നാലും ഇത് മൊത്തം 0 ആവും. അപ്പൊ ഇതാ നോക്ക്, എക്സിന് 3ഉം -3ഉം 0ഉം വന്നാൽ f' 0 ആവും. അപ്പൊ നിങ്ങൾ ഇത് നമ്പർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്യുക. ഏറ്റവും ലെഫ്റ്റിൽ -3, പിന്നെ 0, പിന്നെ 3. എന്നിട്ട് ഇതാ നോക്ക്, അപ്പൊ നിങ്ങൾ ലീനിയർ പോളിനോമിയൽസിന്റെ, അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ക്രിറ്റിക്കൽ പോയിന്റുകൾ ഫൈൻഡ് ചെയ്ത് മാർക്ക് ചെയ്തു. അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കായിട്ട് മനസ്സിലാക്കി വെച്ചു. അല്ലാതെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഒരു 3 അങ്ങോട്ടുള്ള ഒരു വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കിട്ടുന്നതെന്ന് മനസ്സിലാവും. f' പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഇൻക്രീസിങ് ആയിരിക്കും. സിമ്പിളായിട്ട് കാര്യം പറഞ്ഞുതരാം. റൈറ്റ് എൻഡിൽ, അതായത് ഇങ്ങനെ നിങ്ങൾ ക്രിറ്റിക്കൽ പോയിന്റുകളൊക്കെ എഴുതി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് എൻഡിൽ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. റൈറ്റ് എൻഡ് പോസിറ്റീവ് ആണെങ്കിൽ തൊട്ട് ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ആൾട്ടർനേറ്റ് ആയിട്ടാണ് പോസിറ്റീവ് നെഗറ്റീവും വരിക. അപ്പൊ അത് ഇത് ആരുടേതാ? f' പോസിറ്റീവോ നെഗറ്റീവോ ആകുമോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ റീജിയനിലെ, അതായത് -∞ മുതൽ -3 വരെ f' നെഗറ്റീവ്, അങ്ങനെ വരിക. 3 to ∞ വരെ f' പോസിറ്റീവ്, അങ്ങനെ പോവാം. അപ്പൊ നോക്ക്, ചോദ്യത്തിൽ നിങ്ങളോട് പറയുന്നത് ഇത് ഇൻക്രീസ് ആകുന്ന ഇന്റർവെൽ അല്ലേ? ഇൻക്രീസ് ആകുന്ന ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ അവിടെ f' പോസിറ്റീവ് ആകണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഫുൾ ഓപ്പൺ ഇന്റർവെൽ ആയതുകൊണ്ട് നമ്മൾ ഗ്രേറ്റർ ദാൻ 0 മാത്രം എടുത്താൽ മതി. അപ്പൊ f' പോസിറ്റീവ് ആകുന്ന റീജിയൻ നോക്ക്, -3 മുതൽ 0 വരെ വരും, പിന്നെ 3 മുതൽ ∞ വരെ വരും. ഇത് രണ്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു യൂണിയൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ആൻസർ എന്താണെന്നറിയോ? ഇതാ ഇത് -3 to 0 യൂണിയൻ 3 to ∞. ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ ആണ്. സിമ്പിൾ ചോദ്യമാണ്. ഈ ഒരു ടൈപ്പ് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം കേട്ടോ, സമയമൊക്കെ ലാഭിച്ചുകൊണ്ട് പെട്ടെന്ന് ചെയ്യാം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. f of x = x² + α x + β, f has local maximum at 2,6. അതെന്താ പറഞ്ഞത്? അതായത് ഇത് x കോർഡിനേറ്റ്, ഇത് y കോർഡിനേറ്റ്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇത് x കോർഡിനേറ്റ് ആൻഡ് ഇത് y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ. x2 ആകുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ 6 ആ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു ലോക്കൽ മിനിമം ഉണ്ടാകുന്നുണ്ട്. എപ്പോ? when x = 2. ആ ലോക്കൽ മിനിമം വാല്യൂ ആണ് 6. റെഡി? സിമ്പിൾ കാര്യം. then f of 0 is equal to, f of 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റാൻ നോക്കി. f of 0 എന്ന് പറഞ്ഞാൽ 0² + α × 0 + β. അതായത് f of 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ ആണ്. ഇതൊക്കെ 0 ആയി പോയി. അപ്പൊ ബീറ്റ കണ്ടെത്തിയാൽ മതി ബേസിക്കലി. അപ്പൊ നമ്മൾ ചെയ്യുന്ന രീതി കൃത്യമായിട്ട് ആലോചിച്ച് വെച്ചു. നിങ്ങളോട് പറഞ്ഞത്, എടാ ഞാൻ എന്തായാലും ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഫംഗ്ഷന് വാല്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഈ 2 ഫംഗ്ഷന് മിനിമം വാല്യൂ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ക്രിറ്റിക്കൽ പോയിന്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഏത്? ഇവിടെ ക്രിറ്റിക്കൽ പോയിന്റ് ആയിട്ടുള്ള ഒന്നാണ് 2. ആൻഡ് അറ്റ് ക്രിറ്റിക്കൽ പോയിന്റിൽ f' എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ f' 0 ആകുന്ന ഒരു പോയിന്റ് ആണ് ക്രിറ്റിക്കൽ പോയിന്റ്. ഒന്ന് ഏതാണ്? x = 2. x = 2. അപ്പൊ അവിടെ f' 0 ആയിരിക്കും. f' എന്ന് പറഞ്ഞാൽ നോക്ക്, 2x + ആൽഫ കോൺസ്റ്റന്റ് ആണ്, എക്സിൻ്റെത് 1. അപ്പൊ 2x + ആൽഫ. അപ്പൊ ഇങ്ങനെ കിട്ടും, 2x + ആൽഫ which is equal to 0 എന്ന് കിട്ടും. ഒറ്റ കാര്യം.
2x പ്ലസ് ആൽഫ 0 ആണെങ്കിൽ ഇത് x ഈക്വൽ ടു 2 ആകുന്ന സമയത്താണ് എഫ് ഡാഷ് എക്സ് 0 ആവുക. അപ്പൊ നിങ്ങൾ ഇവിടെ എക്സിന് പകരം 2 കൊടുത്താൽ തെറ്റൊന്നുമില്ല. 2 × 2 പ്ലസ് ആൽഫ 0 ആയിരിക്കും. ഈ 4 അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു -4 എന്ന് കിട്ടും. അതായത് ആൽഫ -4 ആയിരിക്കും വെൻ എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ. എക്സ് ഈക്വൽ ടു 2 ഫംഗ്ഷൻ ഒരു ലോക്കൽ മിനിമം വാല്യൂ ഉണ്ടാകുന്നുണ്ട്. ലോക്കൽ മിനിമം വാല്യൂ, ലോക്കൽ മാക്സിമം വാല്യൂ, അതിനെ നമ്മൾ പറയുന്ന പേര് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്നാണ്. ലോക്കൽ മിനിമം വാല്യൂ, ലോക്കൽ മാക്സിമം വാല്യൂ തരുന്ന എക്സ് ആക്സിസിലെ ഡൊമൈനിലെ പോയിന്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. സിമ്പിൾ കാര്യം. ഓക്കെ, അപ്പൊ ആൽഫ -4 ആണ് കിട്ടി. അപ്പൊ ആൽഫ അല്ല നമുക്ക് വേണ്ടത്, ബീറ്റയാണ്. ഒറ്റ കാര്യം കൂടി അടുത്ത സ്റ്റെപ്പിൽ ഇതാ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഈ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് 2 ആകുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ 6 അല്ലെ. ലോക്കൽ മിനിമം ഈസ് 6 at x equal to 2. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ. ആൽഫ എക്സ് പ്ലസ് ബീറ്റ. ഇവിടെ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സിന് പകരം 6 കൊടുക്കാം, എക്സിന് പകരം 2 കൊടുക്കാം. അപ്പൊ 2 സ്ക്വയർ പ്ലസ് ആൽഫ ഇൻറ്റു 2 പ്ലസ് ബീറ്റ എന്ന് കിട്ടും. അതായത് ആൽഫന്റെ വാല്യൂ ഇപ്പൊ അറിയാം -4. അപ്പൊ 6 ഈക്വൽ ടു 4 പ്ലസ് -4 ഇൻറ്റു 2 പ്ലസ് ബീറ്റ എന്ന് കിട്ടും. റെഡി? അപ്പൊ നോക്ക് ഒന്നുകൂടിയും. 6 ഈക്വൽ ടു ഇത് -8 കിട്ടും. -8 പ്ലസ് 4 -4. അപ്പൊ -4 പ്ലസ് ബീറ്റ. -4 ഇങ്ങോട്ട് വന്നാൽ 6 പ്ലസ് 4 ഈക്വൽ ടു 10. അതായിരിക്കും ബീറ്റ കിട്ടുന്നത്. അപ്പൊ ബീറ്റ ഈക്വൽ ടു 10. ഈ ബീറ്റ എന്താണോ അത് തന്നെയാണ് ആക്ച്വലി നിങ്ങളുടെ എന്തും എഫ് ഓഫ് 0യും. എഫ് ഓഫ് 0 ഈക്വൽ ടു ബീറ്റ എന്ന് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ ആൻസർ കിട്ടുന്നത് 10. യെസ്, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ്. ഐഡിയ മനസ്സിലായോ? ബുദ്ധിമുട്ടില്ലല്ലോ. സിമ്പിൾ ആണ്. ലോജിക്ക് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്തു നോക്കാം. ചോദ്യം നോക്കിക്കോ, നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ദ സം ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് 12. ഇത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചുകൊണ്ടാണ് ചെയ്യുക. സം ഓഫ് ഹൂ സ്ക്വയേഴ്സ് ഈസ് മിനിമം ദെൻ ദ നമ്പേഴ്സ് ആർ. അപ്പൊ ഇവിടെ മിനിമമോ മാക്സിമമോ എന്ന് പറഞ്ഞ് തരുന്ന സാധനം എന്താണോ അതാണ് നിങ്ങൾ ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ, അതായത് ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ കണ്ടെത്തുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പൊ അത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടല്ലേ, മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇവിടെ എന്താണോ മിനിമം ആയിട്ടോ മാക്സിമം ആയിട്ടോ എടുക്കാൻ പറഞ്ഞത് അതാണ് ഫംഗ്ഷൻ. അപ്പൊ നോക്ക്, സം ഓഫ് ഹൂ സ്ക്വയേഴ്സ് ആരുടെ? സം ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് 12. 2 പോസിറ്റീവ് നമ്പേഴ്സിന്റെ സമ്മ് 12. അപ്പൊ ഞാൻ നമ്പേഴ്സ് എക്സും വൈയും എടുത്തു. ഇത് രണ്ടിന്റെ സമ്മ് 12. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 12. ഓക്കെ, ഒരു കാര്യമായി. ആൻഡ് സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ് ഈസ് മിനിമം. എന്തിന്റെ? ഈ 2 നമ്പേഴ്സിന്റെയും സ്ക്വയറുകളാണ് മിനിമം, സ്ക്വയറുകളുടെ സമ്മ്. അപ്പൊ അതാണ് ഞാൻ ആക്ച്വലി എന്തായിട്ട് എടുക്കേണ്ടത്? ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. ഫംഗ്ഷൻ ആയിട്ട് എടുക്കുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ 2 എക്സിന്റെ ടേമിലോ അല്ലെങ്കിൽ വൈയുടെ ടേമിലോ ആകുന്നത് നല്ലത്. ഇവിടെ ഞാൻ എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഈ വൈനെയും കൂടി എനിക്ക് എക്സിന്റെ ടേമിൽ എഴുതണമെങ്കിൽ അത് സിമ്പിളാ. ഇവിടെ ഞാൻ ഈ എക്സ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ y ഈക്വൽ ടു 12 - x എന്ന് എഴുതിയാൽ മതി. അപ്പൊ വൈക്ക് പകരം എനിക്ക് ബേസിക്കലി എന്ത് കൊടുക്കാം? 12 - x കൊടുക്കാം. അപ്പോൾ y സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 - x ദ ഹോൾ സ്ക്വയർ. ഇനി നോക്ക്, ഇതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. അതായത് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടെത്തണം. എക്സ് സ്ക്വയറിൻ്റെത് 2x പ്ലസ് ഇതിൻ്റെ 2 × 12 - x വരും. തീർന്നിട്ടില്ല. എക്സിന് പകരം 12 - x ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 12ൻ്റെത് 0, എക്സിൻ്റെത് 1. അപ്പൊ ഇവിടെ -1 അല്ലേ, അപ്പൊ -1. അതായത് ഇങ്ങനെ വരിക 2x -1 × 2 അല്ലേ, അപ്പൊ -2 12 - x എന്ന് വരും. മൈനസ് ഞാൻ മുമ്പോട്ടേക്ക് കിട്ടുന്നതാണല്ലോ. അതായത് 2x -24 ഇതെന്ത് വരും? -2 × -x എന്ന് പറയുമ്പോൾ +2x. അപ്പൊ ദാ ആൻസർ വിൽ ബി 4x - 24. നിങ്ങൾക്കറിയാം ഈ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടാകുന്നത് ക്രിട്ടിക്കൽ പോയിന്റിലാണ്. അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടെത്തുക. ഈ ക്രിട്ടിക്കൽ പോയിന്റിലാണ് ഫംഗ്ഷൻ എന്തുണ്ടാവുക? ലോക്കൽ മിനിമം ഓർ ലോക്കൽ മാക്സിമം ഉണ്ടാവുക. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണേ. ഇതൊന്നും മറക്കരുത്, കൺസെപ്റ്റ് ആണ്. റെഡി? അപ്പൊ എഫ് ഡാഷ് എക്സ് 0 ആകുന്ന എക്സ് ഏതാണ് നോക്കുക. അപ്പൊ നോക്ക്, 4x - 24 ആണ് എഫ് ഡാഷ് എക്സ്. ഇത് 0 ആകുന്ന എക്സ് എന്ന് പറഞ്ഞാൽ 4x ഈക്വൽ ടു 24, x ഈക്വൽ ടു 24/4. 24/4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6 ആണ്. ഇനി ബേസിക്കലി ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ വെച്ച് ചെയ്യണം ആക്ച്വലി. പക്ഷെ നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. എക്സിന് ഒരൊറ്റ വാല്യൂ ആണോ കിട്ടുന്നത്? എക്സിന് ഒരൊറ്റ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എക്സ് ആയിട്ട് അത് ചൂസ് ചെയ്യുക. അങ്ങനെയാണ് y എന്തായിരിക്കും? 12 - x എന്നാ പറഞ്ഞത്. അപ്പൊ x 6 ആണെങ്കിൽ
12 മൈനസ് 6 അതും 6. അപ്പോൾ വൈയും 6 എക്സും 6. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ച് ചെയ്താലും ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്തായിരുന്നു? ഇനി നിങ്ങൾ എഫ് ഡാഷ് എക്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എഫ് ഡബിൾ ഡാഷ് എക്സ് എടുക്കും. എഫ് ഡബിൾ ഡാഷ് എക്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് 4 കിട്ടും. ഇനി എന്നിട്ട് നമ്മൾ ക്രിറ്റിക്കൽ പോയിന്റ് കിട്ടി അല്ലെങ്കിൽ ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി 6 അത് ഇതിൽ കൊടുത്തു നോക്കും. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് 6ഉം 4 തന്നെയായിരിക്കും. ആ എഫ് ഡബിൾ ഡാഷ് 6 4 അത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എക്സിന് പകരം കൊടുത്ത 6 എന്ന് പറയുന്നത് ലോക്കൽ മിനിമ പോയിന്റ് ആയിരിക്കും. ആ വാല്യൂ ലെസ് ദാൻ 0 ആയിരുന്നെങ്കിൽ എക്സിന് പകരം കൊടുക്കുന്ന വാല്യൂ നമുക്ക് എന്ത് പറയാം? നമ്മൾ എന്താണോ എക്സിന് കൊടുത്തത് അത് ലോക്കൽ മാക്സിമ പോയിന്റ് ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ അത് ലോക്കൽ മിനിമ പോയിന്റ് തന്നെയാണ്. ഇനി അത് വെരിഫൈ ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏറ്റവും പെട്ടെന്ന് എങ്ങനെയാണോ ആൻസർ ചെയ്ത് തീർക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ആൻസർ വിൽ ബി 6. റെഡി ആണല്ലോ? അപ്പോൾ നമ്മൾ എല്ലാത്തിൽ നിന്നും 2 വീതം ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 3 ആപ്ലിക്കേഷൻസിൽ നിന്നും 2 വീതം ചോദ്യങ്ങൾ ചെയ്തു. കൃത്യമായിട്ട് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ക്രാഷ് ബാച്ചിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. സോ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. ഇനി ഒരുപാട് സമയമില്ല. നിങ്ങൾക്ക് കീം പഠിക്കാൻ കുറച്ച് ദിവസങ്ങളുകൂടിയേ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് പഠിച്ച് കീമിന് വേണ്ടി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ബൈ.